إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാന്യരായ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൊരിഞ്ഞു തന്ന അനേകം അനുഗ്രഹങ്ങൾക്കിടയിൽ ഏറ്റവും മഹത്തരമായ അത്യുന്നതമായ അനുഗ്രഹമാണ് നമ്മൾ ഈ നിലകൊള്ളുന്ന പരിശുദ്ധ ഇസ്ലാം എന്ന ഈ ദീൻ. അല്ലാഹു തആല തൃപ്തിപ്പെട്ട് നൽകിയ അവൻ്റെ അനുഗ്രഹമാണ് അല്ലാഹുവിൻ്റെ ദീനായ പരിശുദ്ധ ഇസ്ലാം. അല്ലാഹു പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഒരു അറഫാ ദിനത്തിൽ അല്ലാഹു ഈ ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. അല്ലാഹു പറഞ്ഞു, ഇന്നേ ദിവസം നിങ്ങൾക്കിതാ നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തീകരിച്ച് നൽകിയിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നാം സമ്പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി ഇതാ തൃപ്തിപ്പെട്ട് നൽകുകയും ചെയ്തിരിക്കുന്നു. സഹോദരങ്ങളെ, ഈ പരിശുദ്ധ ദീനിൽ ഉൾപ്പെടാൻ അല്ലാഹു ഭാഗ്യം നൽകി എന്നത് വളരെ മഹത്തരമായ കാര്യമാണ്. ഈ ദീനല്ലാത്ത ഒരു ദീനുമായി നാളെ പരലോകത്ത് ആരെങ്കിലും വന്നാൽ അല്ലാഹു അത്തരം ആളുകളിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കുകയില്ല. ഒരു നന്മയും അവർക്ക് പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ദീനിൻ്റെ പ്രത്യേകതയാണ് ഇതിലെ വിശ്വാസം, ഇതിലെ കർമ്മം, ഇതിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, സ്വഭാവ ഗുണങ്ങൾ, ഉള്ളും പുറവും എല്ലാം അതിമനോഹരമാണ്, അത്യുത്തമമാണ്, അതിമഹത്തരമാണ്. ആരത് മുറുകെ പിടിച്ചോ അവൻ വിജയിച്ചു, രക്ഷപ്പെട്ടു. ആരതുപേക്ഷിച്ചോ അവൻ ഖാബ വ ഖസിർ, നഷ്ടപ്പെട്ടിരിക്കുന്നു, തുലഞ്ഞുപോയിരിക്കുന്നു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ ഉള്ളതെല്ലാം, ഈ ശരീഅത്തിലുള്ളതെല്ലാം ഖൈറാണ്, നന്മകളാണ്. ഏത് കാലഘട്ടത്തിനും അനുയോജ്യമായ അതിമഹത്തരമായ നിയമങ്ങൾ മാത്രമേ അല്ലാഹു തആല ഈ ദീനിൽ നമുക്ക് നിയമമാക്കി നൽകിയിട്ടുള്ളൂ. ആ ദീനാണ് അല്ലാഹു നമുക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ച് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ളത്. ഈ ആമുഖം പറഞ്ഞതിൻ്റെ ഉദ്ദേശം, സഹോദരങ്ങളെ, അല്ലാഹു തആലയുടെ ദീനിൽ അതിമഹത്തരമായ ഈ ശരീഅത്തിൽ സ്ത്രീകൾക്ക്, സഹോദരിമാർക്ക്, ഉമ്മമാർക്ക്, ഭാര്യമാർക്ക് അതിമഹത്തായ സ്ഥാനമാണ് നൽകിയിട്ടുള്ളത്. ഇസ്ലാമിൽ ഒരു സ്ത്രീ ആദരിക്കപ്പെടുന്നവളാണ്. ഒരു ഉമ്മ എന്ന നിലക്ക്, മകൾ എന്ന നിലക്ക്, അതുപോലെ ഭാര്യ എന്ന നിലക്ക്,
സഹോദരി എന്ന നിലക്ക് ഏത് അർത്ഥത്തിലെടുത്താലും ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ ആദരവ് മാത്രമേ അല്ലാഹു തആല പഠിപ്പിച്ചിട്ടുള്ളൂ, നൽകിയിട്ടുള്ളൂ. ജാഹിലിയ കാലഘട്ടത്തിൽ അഥവാ ഇസ്ലാമിൻ്റെ ഈ പവിത്രമായ ആദർശം അല്ലാഹു തആല അവതരിപ്പിക്കുന്ന ആ കാലഘട്ടത്തിൽ അല്ലാഹു അറിയിക്കുകയാണ്, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂൻ അം യദുസ്സുഹു ഫിത്തുറാബ്. സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു അറിയിക്കുകയാണ്, അല്ലാഹു തആല അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ചാൽ, അല്ലാഹുവിടെ പ്രയോഗിച്ച വാക്ക് നിങ്ങൾ നോക്കണം. പെൺകുഞ്ഞിനെ ഒരാൾക്ക് നൽകുക എന്നത് അല്ലാഹു പറഞ്ഞത് അയാൾക്ക് സന്തോഷവാർത്ത അറിയിച്ചു എന്നതാണ്. അങ്ങനെ അവർക്ക് ജാഹിലിയത്തിൽ പ്രവാചകൻ വരുന്ന കാലഘട്ടത്തിൽ അതിന് മുന്നേ ഉണ്ടായിരുന്ന ആളുകൾക്ക് ഒരു പെൺകുഞ്ഞിനെ അല്ലാഹു നൽകിയാൽ, അത് മുഖേന സന്തോഷവാർത്ത അറിയിച്ചാൽ, ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ, അവരുടെ മുഖമതാ കറുത്തിരുണ്ടു പോകുന്നു, വഹുവ കദീം, അവനതാ രോഷാകുലനാകുന്നു, അവന് ദേഷ്യം പിടിക്കുന്നു, അവനടങ്ങാത്ത സങ്കടവും ദേഷ്യവുമായി അവൻ്റെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. എന്നിട്ടോ യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി, അവന് ആ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട ആ പെൺകുഞ്ഞിൻ്റെ കാര്യത്തിൽ അതിനെ സമൂഹത്തിൽ നിന്ന് മറച്ചു പിടിക്കാൻ അവൻ പരിശ്രമിക്കുന്നു. എന്നിട്ട് അവൻ ആലോചിക്കുന്നു, അയുംസികുഹു അലാ ഹൂൻ, നിന്ദ്യതയും പതിത്വവും സഹിച്ചുകൊണ്ട് ഈ പെൺകുഞ്ഞിനെ ഞാൻ വളർത്തണോ, അം യദുസ്സുഹു ഫിത്തുറാബ്, അതല്ല മണ്ണിനടിയിൽ ജീവനോടെ കുഴിച്ചു മൂടണോ? സഹോദരങ്ങളെ നോക്കണം നിങ്ങൾ, ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്ലാം വരുന്നതിന് മുന്നേ ഒരു സ്ത്രീക്കുണ്ടാകുന്ന അനുഭവമാണിത്. അല്ലാഹു തആല വ്യക്തമായി അറിയിക്കുകയാണ്. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണുവാനും സാധിക്കും. പച്ചയായി ജീവനോടെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അവിടെ നിന്ന് അല്ലാഹു തആല സ്ത്രീക്ക് ആദരവ് നൽകി. സ്ത്രീയെ അല്ലാഹു ആദരിച്ചു. ഒരു മകൾ എന്ന നിലക്ക്, ഉമ്മ എന്ന നിലക്ക്, ഒരു സഹോദരി എന്ന നിലക്ക്, ഒരു ഭാര്യ എന്ന നിലക്ക് എല്ലാ അർത്ഥത്തിലും ആദരവ് നൽകിക്കൊണ്ട് അല്ലാഹു തആല ഉയർത്തുകയാണ്. മറ്റൊരായത്തിൽ അല്ലാഹു സമാനമായ വാക്ക് പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിമാ ളറബ ലിർറഹ്മാൻ, അവർ മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികൾ അല്ലാഹുവിന് പെൺമക്കളുണ്ട് എന്ന് പറയാറുണ്ടായിരുന്നു. എന്നാൽ അതേസമയം അവരുടെ കാര്യത്തിൽ അവർക്കൊരു പെൺകുഞ്ഞിനെ അല്ലാഹു നൽകിയാൽ, അത് മുഖേന സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, അവരതാ രോഷാകുലനാകുന്നു, ദേഷ്യം പിടിക്കുന്നു, സങ്കടപ്പെടുന്നു, അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നു. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, അല്ലാഹുവിനെ കുറിച്ച് അവർ പെൺമക്കളുണ്ട് എന്ന് പറയും, എന്നാൽ സ്വന്തത്തിന് പെൺമക്കളെ താങ്ങാൻ സാധിക്കുകയുമില്ല. അന്ന് അപമാനമായിരുന്നു. ഒരാൾക്കൊരു പെൺകുഞ്ഞ് ജനിക്കുക എന്നത് അപമാനത്തോടുകൂടി കണ്ട ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഇസ്ലാം സ്ത്രീക്ക് പവിത്രമായ ആദരവ് നൽകി സ്ത്രീയെ അത്യുന്നതമായ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ആല ജാരിയതൈനി ഹത്താ തബ്ലുഗാ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ വളമ്മ അസാബിഅഹു. ആർക്കെങ്കിലും രണ്ട് പെൺമക്കളുണ്ട്, രണ്ട് പെൺമക്കൾ ഒരാൾക്ക് ജനിക്കുകയുണ്ടായി, എന്നിട്ട് ആ പെൺമക്കളെ പ്രായപൂർത്തി എത്തുന്നത് വരെ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നൽകി നല്ല രൂപത്തിൽ പരിപാലിച്ചു വളർത്തിക്കൊണ്ടുവന്നു എങ്കിൽ ജാഅ യൗമൽ ഖിയാമത്തി അന വഹുവ, ഞാനും ആ പിതാവും ഇതുപോലെയായിരിക്കുമെന്ന് പറഞ്ഞു അവിടുത്തെ വിരലുകൾ ചേർത്ത് പിടിച്ചു. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അടുത്ത് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന അവസ്ഥയിലായിരിക്കും പെൺമക്കളെ നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കിയ, അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകി നല്ല രൂപത്തിൽ പരിപാലിച്ച ഒരു പിതാവിനുള്ള സ്ഥാനമെന്ന് ഇസ്ലാമിൻ്റെ പ്രവാചകൻ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു സ്ത്രീയെക്കുറിച്ച്, ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹാ, ഒരു പെണ്ണ് 5 വഖ്ത് നിസ്കരിച്ചു, 5 നേരത്തെ നിസ്കാരങ്ങൾ കൃത്യമായി നിർവഹിച്ചു, വസാമത് ഷഹ്റഹ, റമദാനിലെ ഒരു മാസം അവൾ കൃത്യമായി നോമ്പനുഷ്ഠിച്ചു, വഹഫിളത് ഫർജഹ, അവളുടെ ലൈംഗിക അവയവം കാത്തു സൂക്ഷിച്ചു, വഅതാഅത് സൗജഹ,
അവളുടെ ഭർത്താവിനെ അവൾ അനുസരിച്ചു. ഖീല ലഹാ, എങ്കിൽ അവളോട് പരലോകത്ത് പറയപ്പെടും, ഉദ്ഖുലി അൽ ജന്നത മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, പെണ്ണെ നിനക്ക് ഉദ്ദേശിക്കുന്ന നീ ആഗ്രഹിക്കുന്ന വാതിലിലൂടെ സ്വർഗത്തിലേക്ക് നീ കടന്നുകൊള്ളുക. സഹോദരങ്ങളെ, നോക്കൂ നിങ്ങൾ, സ്ത്രീയെ ആദരിച്ച രൂപമാണ് ഇസ്ലാം. അതാ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, റബ്ബല്ലാത്ത ഒരാൾക്കും ഇബാദത്ത് നൽകാൻ പാടില്ല എന്ന റബ്ബിന്റെ ഏകത്വം പറഞ്ഞതിന്റെ തൊട്ടുടനെ പറയുകയാണ്, വസൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളുടെ കാര്യത്തിൽ ഇതാ മനുഷ്യന് നാം വസിയത്ത് നൽകുന്നു. ഹമലത്ഹു ഉമ്മുഹു, അവന്റെ മാതാവ് അവനെ ചുമക്കുകയുണ്ടായി. വഹ്നൻ അലാ വഹ്ൻ, അഥവാ ഗർഭപാത്രത്തിൽ അവനെ ഗർഭം ചുമന്നു, പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം സഹിച്ചുകൊണ്ട്. വഫിസാലുഹു ഫീ ആമൈൻ, എന്നിട്ട് അവനെ പ്രസവിച്ചു വേദനയോടുകൂടി. എന്നിട്ടതാ 2 വർഷം അവന് മുലയൂട്ടുന്നു. അല്ലാഹു തആല പറയുന്നു, അനിഷ്കുർലി, മനുഷ്യ നീ എനിക്ക് നന്ദി കാണിക്കുക. വലിവാലിദൈക, നിന്റെ മാതാപിതാക്കൾക്കും നന്ദി കാണിക്കുക. ഇലയ്യൽ മസീർ, എന്നിലേക്കാണ് നിങ്ങളുടെ മടക്കം. സഹോദരങ്ങളെ, ഒരു ഉമ്മ, ഒരു മാതാവിന് അള്ളാഹുവിൻ്റെ ദീൻ നൽകുന്ന സ്ഥാനമാണിത്. പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം സഹിച്ച് പ്രസവിച്ച് പോറ്റി വളർത്തിയ ഒരു ഉമ്മയോട് ഛേ എന്ന വാക്ക് പറയാൻ പാടില്ല എന്ന് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ഖുർആൻ അറിയിക്കുന്നു. അവരോട് ഛേ എന്ന്, വലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ, ഛേ എന്ന അനിഷ്ടകരമായ ഒരു വാക്ക് പറയരുത് എന്നാണ്. വലാ തൻഹർഹുമാ, അവരോട് തട്ടിക്കയറരുത്, അവരോട് കയർത്ത് സംസാരിക്കരുത്. ഇസ്ലാമിൻ്റെ അധ്യാപനമാണ്. മറിച്ച് അവർക്ക് നീ കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കുക എന്ന് പരിശുദ്ധ ഇസ്ലാം അല്ലാഹു തആല നമ്മെ അറിയിക്കുന്നു. ഒരു മാതാവിൻ്റെ കാര്യത്തിൽ ഇതാണ്. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്ന് ചോദിക്കുന്നു, മൻ അഹഖുൻ നാസി ബിഹുസ്നി സഹാബതി, അല്ലാഹുവിൻ്റെ പ്രവാചകരെ, ജനങ്ങളിൽ ഞാൻ ഏറ്റവും നന്നായി പെരുമാറേണ്ടത് ആരോടാണ്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഉമ്മുക, നിന്റെ ഉമ്മയോട്. സുമ്മമൻ, പിന്നെ വീണ്ടും ചോദിച്ചു, പിന്നെ ആരോട്? അവിടുന്ന് പറഞ്ഞു, സുമ്മ ഉമ്മുക, പിന്നെയും നിന്റെ ഉമ്മയോട്. ഖാല, വന്നയാൾ ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ ഉമ്മുക്, പിന്നെയും നിന്റെ ഉമ്മയോട്. ഖാല, അദ്ദേഹം 4ാമത് ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോട്? ഖാല, അവിടുന്ന് പറഞ്ഞു, സുമ്മ അബൂക, പിന്നെ നിന്റെ വാപ്പയോട്, നിന്റെ പിതാവിനോട്. 3 തവണ മാതാവിനെ കുറിച്ച്, 3 തവണ ഉമ്മയെക്കുറിച്ച് പറഞ്ഞ മതമാണ് പരിശുദ്ധ ഇസ്ലാം. ഏറ്റവും നന്നായി പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു. ഇനിയോ സഹോദരങ്ങളെ, ഒരു ഭാര്യയോട് ഇസ്ലാമിൽ എങ്ങനെയാണ് വർത്തിക്കേണ്ടത്? ഭാര്യ എന്ന് പറഞ്ഞാൽ കേവലം വീട്ടുജോലിക്കാരിയാണോ? വീട്ടുവേലക്കാരിയാണോ? നമ്മുടെ വസ്ത്രം കഴുകാനും നമുക്ക് ഭക്ഷണം വിളമ്പിത്തരാനും മാത്രമായി ഒരു ജോലിക്കാരിയായിട്ടാണോ കാണേണ്ടത്? അല്ല, മറിച്ച് അവിടുന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖിയാറുക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ, ഖിയാറുക്കും ലിനിസാഇഹിം, നിങ്ങളുടെ പെണ്ണുങ്ങളോട്, നിങ്ങളുടെ സ്ത്രീകളോട്, നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറുന്നവരാണ്. നോക്കൂ നിങ്ങൾ, ഭാര്യമാരുടെ തലക്ക് പിടിക്കാനും അവരെ തല്ലാനും ആ രൂപത്തിൽ ഉപദ്രവിക്കാനും പരിശുദ്ധ ഇസ്ലാമിൽ അനുവാദമില്ല. മറിച്ച് നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ ഭാര്യമാരോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, തീർന്നോ? ഇതൊക്കെ നമ്മുടെ സ്വന്തക്കാരാണ്. ഉമ്മയും പെങ്ങന്മാരും ഭാര്യമാരും മക്കളുടെ കാര്യമാണ്. ഇനി ഒരു അന്യയായ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സാഇ അലൽ അർമിലതി വൽ മിസ്കീൻ, വിധവയായ ഭർത്താവ് മരണപ്പെട്ടു പോയ ആ രൂപത്തിൽ വിധവയായ ഒരു സ്ത്രീയുടെ, ഒരു സാധുവായ ഒരാളുടെ കാര്യത്തിൽ ഓടി നടക്കുന്ന ഒരാൾ, കൽ മുജാഹിദി ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ട ആളെ പോലെയാണ്. അവിൽ ഖായിമിൽ ലൈല സ്സായിമിൻ നഹാർ, രാത്രി നിസ്കാരം നിർവഹിക്കുന്നവനെയും പകൽ നോമ്പെടുക്കുന്നവനെയും പോലെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. എന്താണ് ഈ ശ്രേഷ്ഠതകൾ? അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പോരാട്ടം എന്നത് വലിയ കാര്യമാണ്. അതുപോലെ രാത്രി നിസ്കാരം ഫർള് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള നിസ്കാരമാണ്. അതുപോലെ സുന്നത്ത് നോമ്പുകൾ അതനുഷ്ഠിക്കുന്ന ഒരാളെപ്പോലെയാണ് ആര്? വിധവയായ ഒരു സ്ത്രീയുടെ കാര്യത്തിൽ പരിശ്രമിക്കുന്ന ആൾ, അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുന്നയാൾ, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ. അള്ളാഹുവിൻ്റെ അടുക്കൽ അവർക്ക് സ്ഥാനമുണ്ട്
വലിയ പ്രതിഫലമുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ദീൻ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ, പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താണ്? അള്ളാഹുവിൻ്റെ ദീനിൽ, പരിശുദ്ധ ഇസ്ലാമിൽ സ്ത്രീ എന്നത് ആദരിക്കപ്പെടേണ്ടവളാണ്, ബഹുമാനിക്കപ്പെടേണ്ടവളാണ്. അവൾ അക്രമത്തിന് വിധേയരാവാനോ അവളെ വിൽപ്പന ചരക്കാക്കാനോ അള്ളാഹുവിൻ്റെ ദീനിൽ അനുവാദമില്ല, അത് പാടില്ല എന്ന് പഠിപ്പിക്കുന്ന പ്രമാണങ്ങളാണ് ഈ പറഞ്ഞത്. നിരീശ്വര നിർമ്മതവാദികളായ ആളുകൾ ഇസ്ലാമിന് നേരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് പറയാറുള്ളത്, ഈ ആളുകൾ ഇതാ 6-ാം നൂറ്റാണ്ടിൽ നിന്ന് വണ്ടി കിട്ടാത്തവരാണ്, അവരിതാ സ്ത്രീയെ കറുത്ത പർദ്ദക്കുള്ളിൽ തളച്ചിട്ടിരിക്കുന്നു, ഒരു സ്വാതന്ത്ര്യവും കൊടുക്കാത്തവരാണ്. സഹോദരങ്ങളെ, ഇതിനേക്കാൾ വലിയൊരു സ്വാതന്ത്ര്യം ലോകത്ത് എവിടെ കിട്ടാനാണ്? ഒരു പെണ്ണിന് എവിടെയാണ് കിട്ടുക? നിങ്ങളൊന്ന് പറഞ്ഞു തരൂ. അള്ളാഹുവിൻ്റെ ദീനിലല്ലാതെ ഇത്ര നീതിപൂർണമായ ഒരു അധ്യാപനം നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഇന്നലകളിലെ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന ദുർഗന്ധം വമിക്കുന്ന വാർത്തകൾ സഹോദരങ്ങളെ നമ്മൾ കേട്ടതാണ്. ഇസ്ലാമിനെതിരെ കുതിര കയറുന്ന ആളുകൾ, ഇസ്ലാമിലെ സ്ത്രീത്വത്തെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തുന്ന ആളുകൾ അതിനെക്കുറിച്ച് കാ മാ എന്ന അക്ഷരം മുണ്ടുന്നില്ല. ഇത്രയധികം പീഡന വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടും ഒരു നിരീശ്വരവാദിയും അതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല. എന്നാൽ ഇതൊരു മുസ്ലിമിൻ്റെ, ഇസ്ലാമിൻ്റെ ഒരു സ്ത്രീയുടെ കാര്യമാണെങ്കിലോ എന്തായിരിക്കും ഇവിടെ നാട്ടിലുള്ള അവസ്ഥകൾ? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്നാൽ നോക്കൂ, ഇത്രയധികം വെളിപ്പെടുത്തലുകൾ ഉണ്ടായിട്ടും പിന്നെ ആലോചിക്കാൻ, പിന്നെയും പരിശോധിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ സ്ത്രീക്ക് ആദരവ് നൽകി അവളെ ഏറ്റവും നല്ല രൂപത്തിൽ അവളെ സംരക്ഷണ വലയത്തിൽ നിർത്തിയത് ഇത്തരം ദുർഗന്ധം വമിക്കുന്ന, പുറത്തു പറയാൻ കൊള്ളാത്ത, ഒരു കുട്ടിയുടെ മുന്നിൽ വെച്ച് പറയാൻ സാധിക്കാത്ത രൂപത്തിലുള്ള അനാവശ്യമായ അനാശ്വാസത്തിൻ്റെ വാർത്തകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ ഈ സംരക്ഷണം നൽകി അവളെ മൂടിപ്പുതച്ച് കൊണ്ടുപോകുന്നത് സഹോദരങ്ങളെ, ഒരുത്തനും അന്യായമായി അവകാശമില്ലാതെ അർഹതയില്ലാതെ അവളെ കയറി പിടിക്കരുത് എന്നതുകൊണ്ടാണ്. 10-12 വർഷങ്ങൾക്ക് ശേഷം നാളെ എന്നെ ഇന്നവൻ ഇന്നത് ചെയ്തു എന്ന് പറയാതിരിക്കാൻ വേണ്ടിയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ സ്ത്രീയെ ആദരിച്ച് ഈ രൂപത്തിൽ പരിഗണന നൽകി കൊണ്ടുവന്നത് സഹോദരങ്ങളെ, അതേറ്റവും സുരക്ഷിതത്വമാണ്. അതാണ് ഏറ്റവും വലിയ സംരക്ഷണം. അതിനേക്കാൾ വലിയൊരു സംരക്ഷണം നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല സ്ത്രീകളോട്, സ്ത്രീ സമൂഹത്തോട്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യമാരോട് അള്ളാഹു പറയുകയാണ്, വഅഖിംന സ്വലാത്ത, നിങ്ങൾ 5 നേരത്തെ നിസ്കാരം നിർവഹിക്കുക, വആതീന സകാത്ത, കഴിവുള്ളവർ സകാത്ത് കൊടുക്കുക, വഅതിഅന അല്ലാഹ വറസൂല, നിങ്ങൾ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള ബാധ്യത. ഇബാദത്തുകളിൽ മുഴുകി നിങ്ങൾ ജീവിക്കുക. ഇന്നമാ യുരീദുല്ലാഹ്, തീർച്ചയായും നിങ്ങളിൽ നിന്നും അള്ളാഹു ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത് ഇത്രമാത്രമാണ്, ലിയുദ്ഹിബ അൻകുമുർ റിജ്സ അഹ്ലൽ ബൈത്ത് വയുതഹിറകും തദ്ഹീറാ, നിങ്ങളിൽ നിന്ന് എല്ലാ മ്ലേച്ഛതകളെയും പോക്കിക്കളയാൻ നബി കുടുംബമേ, പ്രവാചകരുടെ പത്നിമാരെ അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതുപോലെ നിങ്ങളെ ശുദ്ധീകരിക്കാനും. ഇബാദത്തുമായി ഒരു സ്ത്രീ അവരുടെ വീട്ടിൽ കഴിഞ്ഞുകൂടുക എന്നത്, ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കുക എന്നുള്ളത്, നേരത്തെ കേട്ടതുപോലെയുള്ള മ്ലേച്ഛതകളിൽ നിന്ന് അള്ളാഹു അവൾക്ക് പരിശുദ്ധി നൽകിയതാണ്, അവൾക്ക് സംരക്ഷണം നൽകിയതാണ്, അവളെ ശുദ്ധീകരിച്ചതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇസ്ലാമിലെ സ്ത്രീ ആദരിക്കപ്പെടേണ്ടവളാണ് എല്ലാ അർത്ഥത്തിലും. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഉമ്മമാരോട്, ഭാര്യമാരോട്, നമ്മുടെ സഹോദരിമാരോട്, നമ്മുടെ പെൺമക്കളോട് അള്ളാഹുവിൻ്റെ ദീനിൽ അനുശാസിച്ചതുപോലെ കൃത്യമായി വ്യക്തമായി ഇടപെടാൻ, ആ രൂപത്തിൽ അവരെ പരിഗണിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്രമേൽ ആദരവ് നൽകിയ നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പെൺമക്കൾ, അല്ലാഹു തആല അവർക്ക് നൽകുന്ന മാർഗനിർദ്ദേശത്തിൽപ്പെട്ടതാണ് യാ അയ്യുഹൻ നബി, അല്ലയോ പ്രവാചകരെ, ഖുൽ, താങ്കൾ പറയുക, ലി അസ്വാജിക, താങ്കളുടെ ഭാര്യമാരോട്, വബനാതിക, താങ്കളുടെ പെൺമക്കളോട്, വനിസാഇൽ മുഅ്മിനീൻ, മുഅ്മിനത്തുകളായ വിശ്വാസിനികളായ സ്ത്രീകളോടും നബിയെ അങ്ങ് പറയുക, യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിൻ, അവളുടെ മൂടുപടം, അവളുടെ തട്ടം അവളുടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ.
അഥവാ അല്ലാഹു തആല ഒരു സ്ത്രീയോട് അവളെ മുഴുവൻ മറക്കാൻ കൽപ്പിക്കുകയാണ്. എന്തിനാണ് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ ഈ കൽപ്പന? പല ആളുകളും തെറ്റിദ്ധരിച്ചതുപോലെ, അതല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ആളുകൾ പറയാറുള്ളത് പോലെ സ്ത്രീയെ ഈ പർദ്ദക്കുള്ളിൽ, നിഖാബിനുള്ളിൽ, ഹിജാബിനുള്ളിൽ തളച്ചിട്ടതാണോ? അല്ല. ഈ കൽപ്പന കൊണ്ട് ഒരു സ്ത്രീക്ക് കിട്ടുന്നത് എന്താണ്? അല്ലാഹു തആല അറിയിക്കുന്നു, ദാലിക അദ്നാ അൻ യുറഫ്ന, അവൾ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയാണ്. ഒരു സ്ത്രീ ഇസ്ലാമിക വേഷം ധരിച്ച്, പർദ്ദ ധരിച്ച്, ഹിജാബ് ധരിച്ച്, നിഖാബ് ധരിച്ച് പുറത്തേക്ക് ഇറങ്ങിയാൽ അവൾ തിരിച്ചറിയപ്പെടും. അവൾ മുസ്ലിമത്തായ, മുഅ്മിനത്തായ വിശ്വാസിനിയാണ് എന്ന് തിരിച്ചറിയപ്പെടും. ഫലാ യുദൈൻ, അതോടൊപ്പം അവൾ ഉപദ്രവിക്കപ്പെടുകയില്ല. സഹോദരങ്ങളെ, ഇത് വലിയ കാര്യമാണ്. ഇസ്ലാമിൻ്റെ ഈ കൽപ്പനകൾ അനുസരിച്ചാൽ നമ്മൾ നേരത്തെ കേട്ടതുപോലെയുള്ള, അതല്ലെങ്കിൽ ഇനിയും കേൾക്കാനിരിക്കുന്നത് പോലെയുള്ള മ്ലേച്ഛതകൾ കേൾക്കേണ്ടി വരികയില്ല. നമ്മുടെ ഉമ്മമാരിലും, നമ്മുടെ ഭാര്യമാരിലും, നമ്മുടെ സഹോദരിമാരിലും, നമ്മുടെ വീടിൻ്റെ പടികളിലേക്ക് അത്തരം വാർത്തകൾ കടന്നു വരികയില്ല. അല്ലാഹു തആല വ്യക്തമായി നമ്മെ സൃഷ്ടിച്ച ആണിനും പെണ്ണിനും ഏതാണ് അനുയോജ്യമെന്ന് ഏറ്റവും നന്നായി അറിയുന്ന റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശമാണിത്. ഇതൊരിക്കലും സഹോദരങ്ങളെ അല്ലാഹു തആല സ്ത്രീയെ അപമാനിക്കാനോ അവൾക്ക് സ്വാതന്ത്ര്യമില്ലാതാക്കാനോ നൽകുന്നതല്ല. മറിച്ച് അവൾക്ക് ഏറ്റവും നല്ല സ്വാതന്ത്ര്യമാണിത്. അവൾക്ക് ആ ഇസ്ലാമിൻ്റെ വസ്ത്രം ധരിച്ച് അവൾക്ക് പോകേണ്ടടുത്ത് പോയി തിരിച്ചു വരാം. അവൾ സുരക്ഷിതയാണ്. ഒരു കഴുകക്കണ്ണും അവളെ കൊത്തിയെടുക്കുകയില്ല. ഒരു വൃത്തികെട്ട കണ്ണുകളും അവളെ റാഞ്ചിയെടുക്കുകയില്ല. ഒരു വൃത്തികെട്ട കണ്ണുകളും അവളുടെ അംഗലാവണ്യം ഒപ്പിയെടുക്കുകയില്ല. ചില വിവരമുള്ള ആളുകൾ പറഞ്ഞതുപോലെ, ഒരു സ്ത്രീയെ ഒരു പുരുഷൻ എങ്ങനെയാണ് നോക്കിക്കാണുക എന്നതെങ്ങാനും ആ സ്ത്രീ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ അവൾ ചാക്ക് കൊണ്ട് അവളുടെ ശരീരം മുഴുവനും പുതക്കുമായിരുന്നു. ആ രൂപത്തിലാണ് നോക്കുക. സഹോദരങ്ങളെ, എത്ര ചിന്തിക്കേണ്ട കാര്യമാണിത്. അല്ലാഹു തആല നമ്മൾ നേരത്തെ കേട്ടതുപോലെ പരിശുദ്ധ ഇസ്ലാമിൽ എത്ര മഹത്തരമായ ആദരവാണ് നൽകിയിട്ടുള്ളത്. എന്തൊരു സമാധാനമുണ്ട് ഒരു സ്ത്രീക്ക്, എന്തൊരു ആശ്വാസമുണ്ട് ഒരു സ്ത്രീക്ക്. അവൾക്ക് ഭാരമേറിയ ഒന്നും അവളുടെ തലയിൽ വെച്ചു കൊടുക്കുന്നില്ല. പുരുഷനെയാണ് അല്ലാഹു തആല കൈകാര്യകർത്താവായി നിശ്ചയിച്ചിട്ടുള്ളത്. പുരുഷൻ ജോലിക്ക് പോകണം, പോയി തിരിച്ചു വരണം, കാര്യങ്ങൾ നടപ്പിലാക്കണം. എല്ലാ കാര്യങ്ങളും, ബാധ്യതകൾ പുരുഷന്റെ മേൽ അല്ലാഹു വകവെച്ചു കൊടുത്തു. അല്ലാഹുവിൻ്റെ ദീനിലുള്ള സ്ത്രീയെ ആദരിച്ച കാര്യമാണിത്. ഇനി അതാ അല്ലാഹു തആല സ്ത്രീയോട്, ഒരു പെണ്ണിനോട് കൽപ്പിക്കുന്നു, പറയുന്നു, അനുശാസിക്കുന്നു. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയ്യത്തിൽ ഊല, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ അടങ്ങിക്കഴിയുക, ജാഹിലിയ്യത്തിൻ്റെ അലങ്കാര പ്രകടനം നിങ്ങൾ നടത്തരുത്. അഥവാ തഫ്സീറുകളിൽ നമുക്ക് കാണാം, ആണും പെണ്ണും കൂടിക്കലർന്ന് ആ രൂപത്തിലുള്ള ഒരു അവസ്ഥ, എന്തിനും ഏതിനും പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന, ഒരാളും കൂടെയില്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥ ഒരു സ്ത്രീക്കുണ്ടാവരുത് എന്നാണ് അല്ലാഹു തആല അറിയിച്ചത്. സഹോദരങ്ങളെ, ഇതെന്തിനാണ് പഠിപ്പിച്ചത്? ഇതെന്തിനാണ് പഠിപ്പിച്ചത്? നേരത്തെ നമ്മൾ കേട്ടതുപോലെയുള്ള വൃത്തികേടുകൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ്. ആരോരും കാണാനും കേൾക്കാനും ഇല്ലാത്ത സ്ഥലത്ത് ഒരു സ്ത്രീയെ പച്ചയായി അപമാനിക്കുന്നു, അവളുടെ ചാരിത്രം നശിപ്പിക്കുന്നു, അവളെ എല്ലാ രൂപത്തിലും അപമാനിക്കുന്നു, അവളുടെ അംഗലാവണ്യങ്ങൾ ഒപ്പിയെടുക്കുന്നു. എത്ര വൃത്തികേടാണ്, എത്ര മ്ലേച്ഛതയുള്ള കാര്യമാണ്. അല്ലാഹു തആല പറയുന്നു, അത്തരം അവസ്ഥകൾ തന്നെ നിങ്ങൾ ഉണ്ടാക്കരുത്. ആ അവസ്ഥകൾ ഇല്ലാതാക്കാൻ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സ്ത്രീകൾക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, സഹോദരിമാർക്ക് കൽപ്പനകൾ നൽകുകയാണ്. സഹോദരങ്ങളെ, ഈ കൽപ്പനകൾ ഒരിക്കലും അവരെ തളച്ചിടാൻ വേണ്ടിയല്ല എന്നത് ഇതനുഭവിച്ചറിഞ്ഞ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇതനുഭവിച്ചറിയാനുള്ള ആസ്വാദനമാണിത്. ഇതൊരിക്കലും കെട്ടിക്കൊടുക്കോ ചങ്ങലകളോ അല്ല. മറിച്ച് സ്വാതന്ത്ര്യമെന്ന് പറഞ്ഞ്, സ്ത്രീ ശാക്തീകരണമെന്ന് പറഞ്ഞ് വിളിക്കുന്നതാണ് യഥാർത്ഥത്തിൽ അപമാനവും നിന്ദ്യതയും എന്നത് നമ്മൾ ഓർക്കുക. ഇസ്ലാം ക്ഷണിക്കുന്നത്, ഇസ്ലാമിൻ്റെ ഈ അധ്യാപനം അറിയിക്കുന്നത് ഏറ്റവും പവിത്രമായ അവസ്ഥയിലേക്കാണ്. ഇതാണ് സ്വാതന്ത്ര്യം. ഇതാണ് ഏറ്റവും മനോഹരമായ ഒരു സ്ത്രീക്ക് നൽകുന്ന സ്ഥാനവും മാനവും അന്തസ്സും അഭിമാനവും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കാര്യങ്ങൾ നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. നമ്മുടെ ഉമ്മമാരോടും പെങ്ങന്മാരോടും നമ്മുടെ സഹോദരിമാരോടും പറയാനുള്ളത് ഇതാണ്. ഇസ്ലാമിൻ്റെ നേർക്ക്
പല ആളുകളും കൊഞ്ഞനം കുത്തുമ്പോൾ ഒരു അപകർഷതാബോധം നമുക്കുണ്ടാവേണ്ടതില്ല. നമ്മൾ ഇസ്സത്തിലാണ്. നമ്മേക്കാൾ പ്രതാപമുള്ള ആരുണ്ട്? അല്ലാഹു തആല നിങ്ങളെക്കാൾ ആദരിച്ച ആരാണുള്ളത്? അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നാളെ ഇത് കേൾക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക, അഭിമാനം കൊള്ളുക എന്നത് മാത്രമാണ് സഹോദരങ്ങളെ ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു തആല യഥാർത്ഥ ഇസ്ലാമിൻ്റെ ശരീഅത്തിൽ ഒതുങ്ങി നിൽക്കുന്നതനുസരിച്ച് ജീവിക്കുന്ന മുഅ്മിനുകളിൽ, മുത്തഖീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ മ്ലേച്ഛതകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും നമ്മെയും നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ വൃത്തികേടുകളിൽ നിന്നും അല്ലാഹു ഈ സമൂഹത്തെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ തെറ്റുകുറ്റങ്ങൾ വിട്ടുപുറത്ത് മാപ്പാക്കി നൽകുമാറാവട്ടെ. അല്ലാഹുമ്മഗ്ഫിർ ലനാ വർഹംനാ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم توفنا مسلمين وألحقنا بالصالحين. اللهم يا مقلب القلوب ثبت قلوبنا على دينك، ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين.